ഹായ് അസ്സലാമലൈക്കും. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ഇത്. 5 ബ്രെഡ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചതാണ്. ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് സ്പൂണോട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൊട്ടിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണേ. ഇതെല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഉരുട്ടി ഒരു ഐസിൻ്റെ രൂപത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. 3 ഐസിൻ്റെ രൂപത്തിൽ, ബാക്കിയെല്ലാം റൗണ്ട് ഷേപ്പിലും കൂടി പരത്തിയെടുത്ത് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ മുട്ടയിലേക്ക് മുക്കി റൊട്ടിപ്പൊടിയിലും കൂടി മുക്കിയെടുത്തതിന് ശേഷം നമ്മളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതൊക്കെ ഓരോന്നായി ഇട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് ഇത്. ഇതിൻ്റെ കൂടെ സോസും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഹായ് അസ്സലാമലൈക്കും. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ഇത്. 5 ബ്രെഡ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചതാണ്. ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് സ്പൂണോട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൊട്ടിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണേ. ഇതെല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഉരുട്ടി ഒരു ഐസിൻ്റെ രൂപത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. 3 ഐസിൻ്റെ രൂപത്തിൽ, ബാക്കിയെല്ലാം റൗണ്ട് ഷേപ്പിലും കൂടി പരത്തിയെടുത്ത് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ മുട്ടയിലേക്ക് മുക്കി റൊട്ടിപ്പൊടിയിലും കൂടി മുക്കിയെടുത്തതിന് ശേഷം നമ്മളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതൊക്കെ ഓരോന്നായി ഇട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് ഇത്. ഇതിൻ്റെ കൂടെ സോസും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്.